ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷിലത്തെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പേജസ് ഓഫ് വണ്ടർ ആണ് ഡിസ്കസ് ആക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് പേജിൽ എന്ത് കാണാം? നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു 3 കുട്ടികൾ നല്ല ബുക്ക് വായിച്ച് ഇങ്ങനെ അതിശയിച്ചിരിക്കുന്നത് കാണാം. വണ്ടർ അടിച്ചിരിക്കുന്നുണ്ടല്ലേ, അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ട്. പുസ്തകം എന്ന് പറയുന്നത് ഫുൾ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതിലെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ വേറൊരു ലോകത്തേക്ക് തന്നെ എത്തിക്കും. ഇവിടെ ഒരാൾ, നെയിൽ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. ഒരു പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ കൈക്കുള്ളിൽ പിടിക്കുന്ന ഒരു സ്വപ്നമാണെന്നാണ്. അങ്ങനെ പറഞ്ഞത്, നമ്മൾ പുസ്തകം വായിക്കും, അത് വേറൊരാളുടെ സ്വപ്നമായിരിക്കാം, വേറൊരാളുടെ കഥയായിരിക്കാം അല്ലേ. നമ്മൾ ഓരോ കഥ വായിക്കുമ്പം അതിലുള്ള കഥാപാത്രങ്ങളുടെ സ്വപ്നമൊക്കെ നമ്മുടെ സ്വപ്നമായി മാറും. അങ്ങനെ നമുക്കൊരു ഫീല് വരും അല്ലേ. നമുക്ക് ഈ ഒരു പാഠത്തിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു വണ്ടർ, അത്ഭുതങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്കത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെയുള്ള ചിത്രം നോക്കിക്കേ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ഇവിടെയുള്ള കുട്ടികൾ ചെയ്യുന്നത്? വായിക്കുകയാണല്ലേ. 3 ആളും പുസ്തകം വായിക്കുകയാണ്. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണോ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾ വായിച്ച ഏറ്റവും ഇഷ്ടമുള്ള കഥാപുസ്തകം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കഥ ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനത്തെ അതിലൊരു കഥാപാത്രത്തെ, ഒരു ക്യാരക്ടറിനെ ഇവിടെ താഴെയുള്ള ഈ ബോക്സിൽ വരയ്ക്കാനാണ് പറഞ്ഞത്. അത് നിങ്ങൾ വരയ്ക്കില്ലേ? അത് പാഠഭാഗം നോക്കിക്കേ. ദ കളർഫുൾ ട്രഷർ. ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി. കളർഫുൾ ട്രഷർ, വർണ്ണാഭമായ നല്ല കളർഫുൾ ആയിട്ടുള്ള നിധി. ടിയേഴ്സ് ആൻഡ് ജോയ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണീര്, വിഷമം എന്നൊക്കെയാണ്. ജോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ്, സന്തോഷം. സോ ഇനി വായിക്കാം. ഇൻ എ ഫാർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾ. അങ്ങ് ദൂരെ ഒരു വില്ലേജ്, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾ. അവരൊന്നും കുട്ടികളൊന്നും, അവിടെയുള്ള കുട്ടികളൊന്നും സ്കൂളിൽ പോയിരുന്നില്ല. ദേ ഓൾവേസ് വണ്ടേർഡ് ഹിയർ ആൻഡ് ദർ. വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അലിഞ്ഞു തിരിയുക. അവരൊന്നും സ്കൂളിൽ പോവാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. ആ കുട്ടികൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. ഗാർബേജ് ഡംപിൻ്റെ അടുത്ത്. ഗാർബേജ് ഡംപ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മാലിന്യങ്ങൾ, ഈ വേസ്റ്റുകളൊക്കെ കൊണ്ട് കൂട്ടിയിടില്ലേ, അവിടെയാണ്, അതിൻ്റെ അടുത്തായിട്ടാണ് അവിടെയുള്ള കുട്ടികൾ താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് സ്പീക്ക്ഡ് ഔട്ട് ഫ്രം ദി ട്രാഷ്. അങ്ങനെ ആ വേസ്റ്റ്, ആ മാലിന്യങ്ങളിൽ നിന്ന് ബ്രൈറ്റ്, നല്ല പ്രകാശമുള്ള കളറുകളുള്ള ഓരോ വേസ്റ്റും ഇങ്ങനെ എത്തി. ക്രംബിൾഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ് ആൻഡ് ടാറ്റേഡ് ക്ലോത്ത്സ് സ്കാറ്റേഡ് എവ്രിവെയർ. എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, അവിടെ പരിസരത്ത് എല്ലായിടത്തും എന്താ ഇങ്ങനെ ചിതറിക്കിടന്നത്? സ്കാറ്റേഡ്, ചിതറിക്കിടക്കുക. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ക്രംബിൾഡ് പേപ്പേഴ്സ്, കീറിയ പേപ്പറുകൾ, ചുരുണ്ട പേപ്പറുകൾ. ഷൈനി ബോട്ടിൽസ്, തിളങ്ങുന്ന കുപ്പികൾ. ടാറ്റേഡ് ക്ലോത്ത്സ്, കീറിയ വസ്ത്രങ്ങൾ. ാണ് ആ പരിസരത്തൊക്കെ ഇങ്ങനെ ചിതറിക്കിടന്നിരുന്നത്. ചിൽഡ്രൻസ് ലാഫർ റാങ് ലൈക്ക് ബെൽസ് അമിഡ്സ് ദ ഗാർബേജ്. ഈ ഗാർബേജിൽ, ഈ മാലിന്യ കൂമ്പാരത്തിൽ ഈ കുട്ടികളുടെ ചിരി എന്താണ്? ബെല്ല് പോലെ ഇങ്ങനെ മുഴങ്ങിക്കിടന്നു. അമിഡ്സ് എന്ന് പറഞ്ഞാൽ നടുവിൽ, ഗാർബേജിൻ്റെ നടുവിൽ. ബട്ട് എ സാഡ്നെസ് ലിങ്ങേർഡ് ഇൻ ദർ ഹെഡ്സ്. പക്ഷെങ്കിൽ ഒരു വിഷമം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നീണ്ടു നിന്നു, ഇങ്ങനെ തങ്ങി നിന്നു. കുറച്ച് 2 ചോദ്യം നിങ്ങളടുത്ത് തന്നിട്ടുണ്ട്. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? വാട്ട് ഡു യു തിങ്ക്? നമ്മളെ ഇവിടെ ലോകത്ത് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടോ? ഇല്ലല്ലേ. പല നാടുകളിലും പല സ്ഥലങ്ങളിലും സ്കൂളിൽ പോവാതെ ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളുണ്ടല്ലേ. ബട്ട് എ സാഡ്നെസ് ലിങ്ങേർഡ് ഇൻ ദെയർ ഹെഡ്സ്. വാട്ട് കുഡ് ബി ദ റീസൺ? പക്ഷെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ഒരു സങ്കടം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തങ്ങി നിന്നു. എന്തായിരിക്കും അതിനുള്ള കാരണം എന്നാണ് നമുക്ക് ചോദിച്ചത്. നമുക്ക് ബാക്കി പോർഷൻ വായിച്ചു നോക്കാം. തേഴ്സ്റ്റ് ടു റീഡ്. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം, വായിക്കാനുള്ള ഒരു ദാഹം. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ രാവിലെയും ഈ കുട്ടികൾ എന്താ കാണുന്നത്? മറ്റുള്ള കുട്ടികൾ രാവിലെ ബസ്സിൽ സ്കൂളിൽ പോകുന്നതാണ് കാണുന്നത്. ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോംസ്. അവർ നല്ല വൃത്തിയുള്ള, നല്ല ഇസ്തിരിട്ട്, നല്ല അയേൺ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള യൂണിഫോംസ് ഒക്കെയാണ് ധരിക്കുന്നത്. സം ഓഫ് ദം വെർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ.
ക്ലാസ്സിലുള്ള ചില കുട്ടികൾ ചിലപ്പം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ ഒരിക്കലും ഈ പാവപ്പെട്ട കുട്ടികളെ ശ്രദ്ധിച്ചേ ഇരുന്നിട്ടേ ഇല്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. ഈ പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനെ മറ്റേ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു. ദേ clutched the crumbled pieces of paper they got from the garbage. They clutched the crumbled pieces of paper they got from the garbage. നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് ഗാർബേജിൽ നിന്ന് എന്താ കിട്ടിയത്? ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ. ക്രംബിൾഡ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. എന്താണ്? ചുരുണ്ട. അവർക്ക് ഗാർബേജ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയ ചുരുണ്ട പേപ്പറുകൾ അവർ മുറുകെ പിടിച്ചു. ക്ലച്ചഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദി അതർ ചിൽഡ്രൻ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ മാതിരി ഇങ്ങനെ പുസ്തകം വായിക്കുന്നത് മാതിരി അവരെ ഇമിറ്റേറ്റ് ചെയ്തു. അവരെ പോലെ ഇങ്ങനെ അഭിനയിച്ചു ഇങ്ങനെ കാണിച്ചില്ലേ? ആ പേപ്പർ ഇങ്ങനെ വായിക്കുന്നത് പോലെ. വായിക്കാൻ ആ പേപ്പറിൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷെങ്കിൽ അവർ ജസ്റ്റ് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തതാവാം. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ ഇവരെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതില്ലേ. ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? എന്തുകൊണ്ടാണ് ഈ ബസ്സിൽ പോകുന്ന കുട്ടികളെ ഈ പാവപ്പെട്ട വില്ലേജിലെ ഗ്രാമത്തിലെ കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നത്? എന്തുകൊണ്ടാവാം? അവർക്കും അവരെപ്പോലെ അങ്ങനെ ക്ലീൻഡ് ആയിട്ടുള്ള യൂണിഫോമും അയേൺഡ് ആയിട്ടുള്ള യൂണിഫോമൊക്കെ ഇട്ട് അതുപോലെ സ്കൂളിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാവാം അല്ലേ. ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ബിക്കോസ് ദേ വാണ്ടഡ് ടു ഗോ ടു സ്കൂൾ. കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട്. ആൻഡ് റിമെമ്പറിങ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് സച്ച് എ സിറ്റുവേഷൻ. അവരെ പോലെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. സോ നിങ്ങൾ അതിൻ്റെ ആൻസർ അവിടെ എഴുതുക. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ദ ഹിഡൻ ട്രഷർ. ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? നിധി. ദ ഹിഡൻ ട്രഷർ എന്ന് പറഞ്ഞാൽ മറച്ചിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന നിധി. വൺ ഡേ എ വുമൺ കെയിം ദർ. ഒരു ദിവസം ഒരു സ്ത്രീ, ഒരു ലേഡി അവിടെ വന്നു. ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. ചിത്രത്തിൽ നോക്കിക്കേ, അവൾ എന്താ ധരിച്ചത്? ഒരു വൈറ്റ് വെള്ള നിറത്തിലുള്ള കുർത്തയും റെഡ് ഷാളും ആണല്ലേ. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. ഈ കുട്ടികൾ ഈ വന്ന സ്ത്രീയെ ഇതിന് മുന്നിൽ എവിടെയും കണ്ടിട്ടേയില്ല. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അവർ ഇങ്ങനെ അത്ഭുതത്തോടെ അവരെ നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. കുട്ടികളെ നോക്കി അവൾ ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാനിവിടെ കുറച്ച് സമയത്തേക്ക് ഇരുന്നോട്ടെ എന്ന് അവൾ ചോദിച്ചു കുട്ടികളോട്. ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അങ്ങനെ ഒരു പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനിൻ്റെ മുകളിൽ ആ പെൺകുട്ടി ഇരുന്നു. ദ ചിൽഡ്രൻ വെർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അങ്ങനെ ഈ കുട്ടികൾ എന്തിനാ ഇവിടെ വന്ന് ഒന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഷീ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് ഓഫ് സംതിങ്. അങ്ങനെ ആ വുമൺ എന്താ ചെയ്തത്? അവരുടെ ബാഗ് തുറന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് എടുത്തു. എന്താണെന്നറിയോ? നമുക്ക് ബാക്കി നോക്കാം. ഹൂ മേ ബി ദ ലേഡി? ഈ വന്ന സ്ത്രീ ആരായിരിക്കും? വൈ ഡിഡ് ഷീ കം ദർ? എന്തിനായിരിക്കും വന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പറഞ്ഞേ, നിങ്ങൾക്ക് എന്തിനായിരിക്കും വന്നത്? എനിക്ക് തോന്നുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ബുക്കിനെ കുറിച്ചാണല്ലോ ഈ ഒരു ചാപ്റ്റർ. സോ അത് പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിരിക്കും. മേ ബി, എൻ്റെ ഗസ്സാണ്. ഓക്കെ, വാട്ട് മൈറ്റ് ബി ഹെർ ഇൻ ബാഗ്? എന്തായിരിക്കും അവരുടെ ബാഗിൽ ഉണ്ടാവുക? ക്യാൻ യു ഗസ്? ചിലപ്പോൾ ബുക്കായിരിക്കുമോ? അറിയില്ല. നമുക്ക് താഴേക്ക് വായിച്ചു നോക്കാം എന്താണെന്ന്. നെക്സ്റ്റ് പേജിൽ എന്താ ഹെഡിങ് കൊടുത്തേ? വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും പേരുണ്ട്. ദ ചിൽഡ്രൻ വെർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. കുട്ടികളിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ അടുത്തേക്ക് നീങ്ങി നിന്നു. ദേ വെർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹെർ ബാഗ്. അവർ ഇങ്ങനെ ഈഗർ ടു ഡിസ്കവർ. അവരിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ബാഗിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് എന്താണ്? ആ ഒരു ട്രഷർ, ആ ഒരു നിധി എന്താണെന്ന് അറിയാൻ വേണ്ടി. ദ വുമൺ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രൻറ്റ് ബുക്സ് ഇൻക്ലൂഡിങ് ഡീപ്പ് ബ്ലൂസ്, ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ്. ആ ലേഡി എന്താ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്? പല നിറത്തിലുള്ള കുറേ ബുക്കുകൾ. സ്മൈൽഡ് അറ്റ് ദം. അവരെ നോക്കി ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. നിങ്ങളുടെ നല്ല പേരുകൾ പറഞ്ഞേ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി.
ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ ആരും അവരോട് എന്താണ് അവരുടെ പേരെന്താണെന്നോ എന്താണെന്നോ ഒരു കാര്യം അവരോട് ഇതുവരെ ഒരാളും ചോദിച്ചിരുന്നില്ല. എന്നിട്ട് അവരുടെ പേര് പറയാം. മുത്തു, നിന്നു, താജു. ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോടെ. അങ്ങനെ മടിയോടെ അവരുടെ പേര് പറഞ്ഞു. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം. അവർക്ക് ഈ ലേഡിയുടെ വന്ന സ്ത്രീയുടെ പേര് അറിയണം എന്നുണ്ടായിരുന്നു. ദെയർ ഐസ് വെയർ ആസ്കിങ് ഫോർ ഇറ്റ്. അവരുടെ കണ്ണുകൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. കോൾ മീ ദീദി ദ വുമൺ സെഡ് പ്ലസൻ്റ്ലി. അങ്ങനെ ഈ ലേഡി എന്ത് പറഞ്ഞു? എന്നെ ദീദിന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓരോ പേജ് കഴിയുമ്പോഴും കുറച്ച് വേർഡ്സും അതിൻ്റെ അർത്ഥവും ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? ദീദിയും കുട്ടികളും എന്താണ് പുസ്തകങ്ങൾ, പല പല നിറത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതാണല്ലേ. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ? ഈ കുട്ടികൾ ഈ ദീദിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ടോ? ദീദിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വൈ? കാരണം എന്താണ്? അവർ ഇഷ്ടപ്പെടുന്നു അല്ലേ? യെസ്, ദേ ലൈക്ക്ഡ് ഹെർ. അവർ ഇഷ്ടപ്പെടുന്നു. കാരണം ബിക്കോസ് ദേ ഗോട്ട് ദി കളർഫുൾ ബുക്സ് ദേ വാണ്ടഡ്. അവർക്ക് പല നിറത്തിലുള്ള പുസ്തകങ്ങൾ, അവർ ആഗ്രഹിച്ച പോലുള്ള പുസ്തകങ്ങൾ അവർക്ക് കിട്ടിയത് കൊണ്ട്. സോ നിങ്ങൾ അതിൻ്റെ ആൻസർ അവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. വേൾഡ് ഓഫ് വണ്ടേഴ്സ്. വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് അർത്ഥം എന്താണ്? അത്ഭുതങ്ങൾ. വേൾഡ് ഓഫ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ലോകം. ദിസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. ദീദി പറയാണ് എന്ത്? ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് എടുക്കാനുള്ളതാണ്. ഫോർ അസ് എക്സ്ക്ലെയിംഡ് നിന്നു. ഇത് ഞങ്ങൾക്ക് തന്നെയാണോ എന്ന് നിന്നു പെട്ടെന്ന് എന്താ പറയുക, ഒരു സങ്കടത്തോടെ പെട്ടെന്നുള്ളൊരിതോടെ ചോദിച്ചു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ദേ ബിഗാൻ ടു ടേൺ പേജസ്. അവരിങ്ങനെ പുസ്തകത്തിൻ്റെ പേജുകളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. കുറച്ച് സമയത്തിന് ശേഷം ദീദി പറഞ്ഞു, ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. ഞാൻ പോവാനുള്ള സമയമായി. സീ യു ദീദി. അവർ പറഞ്ഞു പിന്നെ കാണാം. സീ യു ടുമാറോ. നാളെ കാണാം. ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. അങ്ങനെ ദീദി നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് അവരെ നോക്കി കൈ കാണിച്ചു. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. അങ്ങനെ കുട്ടികൾ തിരിച്ചും എന്താണ് കൈവീശി കാണിച്ചു. വേവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ടാറ്റ പറയില്ലേ, അതാണ് വേവ്ഡ്. ദേ ഡിഡ് നോട്ട് വിങ്ക് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. അങ്ങനെ ആ ചുവന്ന തട്ടം ഇങ്ങനെ കണ്ണിൽ നിന്നിങ്ങനെ മായുന്നത് വരെ, ദൂരേക്ക് നിന്നിങ്ങനെ അവർ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മായുന്നത് വരെ അവരുടെ കണ്ണുകൾ ഇങ്ങനെ അടിച്ചില്ല. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. അങ്ങനെ കുട്ടികളിങ്ങനെ ബുക്ക് എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ആ പുസ്തകങ്ങൾ മുഴുവൻ എന്തായിരുന്നു? നല്ല അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ. അതിങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളി, നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചതായിരുന്നു. ദേ വെർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. പക്ഷേങ്കിൽ അവർക്ക് ആ കഥകളൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ദേ ഇമാജിൻഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദി പിക്ചേഴ്സ്. പക്ഷേ അതിലുള്ള ഓരോ ചിത്രങ്ങൾ നോക്കി അവരുടെ ഇമാജിനേഷനിൽ അവരിങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങളും ഇങ്ങനെ കൂട്ടി വായിക്കാനും കഥകൾ വായിക്കാനൊന്നും അറിയില്ലല്ലോ. സോ അതിലുള്ള ആ പുസ്തകത്തിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് ഓരോ കഥകൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ, ഇങ്ങനെ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് ദ ചിൽഡ്രൻ കീപ് വാച്ചിങ് അണ്ടിൽ ദീദീസ് റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്? എന്തുകൊണ്ടാവാം ദീദിയുടെ റെഡ് ഷാൾ അവരുടെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവരങ്ങനെ നോക്കി നിന്നത് എന്തുകൊണ്ടാവാം? കാരണം അവർക്ക് ദീദിയെ ഇഷ്ടമായത് കൊണ്ടില്ലേ. നെക്സ്റ്റ് പേജ്. അവർ ദീദി. ഞങ്ങളുടെ ദീദി. ദീദി ബിഗാൻ ടു കം എവറി ഡേ. അങ്ങനെ ദീദി എല്ലാ ദിവസവും, എവറി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ദി സ്റ്റോറീസ്. അങ്ങനെ അവർ ദീദിയുടെ അരികിൽ ഇരുന്നിട്ട് കഥകൾ കേൾക്കാൻ തുടങ്ങി. വാവ്, വാട്ട് ഫെൻറ്റാസ്റ്റിക് ടെയിൽസ് ദീദി റീഡ് ഔട്ട് ടു ദം. എന്ത് നല്ല ഭംഗിയുള്ള കഥകളാണ് ദീദി അവർക്ക് വായിച്ചു കൊടുത്തത്. ടെയിൽസ് എന്ന് പറഞ്ഞാൽ കഥകൾ. സ്ലോലി ദേ ബിഗാൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അങ്ങനെ അവർക്ക് മല്ലനെ ഈ ഓരോ ലെറ്ററുകളും ഓരോ വാക്കുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ
തിരിച്ചറിയുക. ബിഫോർ ലോങ് ദേ വെർ റീഡിങ് സ്റ്റോറീസ് ടു. അങ്ങനെ അധികം താമസിയാതെ അവരും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ദേ ബിഗൈൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അങ്ങനെ ദീദിനെ ഭയങ്കരമായിട്ട്, ഡീപ്ലി എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദി സീറ്റ്. അങ്ങനെ ദീദി ഇരിക്കുന്ന സീറ്റ് അവർ അലങ്കരിക്കാൻ, ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കാൻ തീരുമാനിച്ചു. ദേ ബ്രോട്ട് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അങ്ങനെ അവർ ഒരു ചെയർ കൊണ്ടുവന്നു, ഒരു കാർപ്പറ്റിൻ്റെ പീസ് കൊണ്ടുവന്നു, പിന്നെ കുറച്ച് കർട്ടനുകളും. ബൈ നൗ ദീദി സ്പേസ് ലുക്ക്ഡ് ലവ്ലി. അങ്ങനെ ഇപ്പം ദീദിയുടെ സ്പേസ്, സ്ഥലം കാണാൻ ഭയങ്കര ലവ്ലി, നല്ല ഭംഗിയായിരുന്നു. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷേ ആ ദിവസം ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. അങ്ങനെ അടുത്ത ദിവസവും ദീദി വന്നില്ല. ദ ചിൽഡ്രൻ വെർ വെറീഡ്. അങ്ങനെ അവർ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. ദേ കണ്ടിന്യൂഡ് ടു വെയിറ്റ്. അങ്ങനെ അവരിങ്ങനെ കാത്തിരുന്നോണ്ടേയിരുന്നു. ബട്ട് ഷീ ഡിഡിൻ കം. പക്ഷേ അവർ വന്നില്ല. ഇവിടെ 2 ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദി സീറ്റ്. എങ്ങനെയാണ് ഇങ്ങനെ ദീദിയുടെ സീറ്റ് കുട്ടികൾ അലങ്കരിച്ചത്, നല്ല ഭംഗിയാക്കിയത് എങ്ങനെയാണ്? ദേ ബ്രോട്ട് എ ചെയർ. അവരൊരു ചെയർ കൊണ്ടുവന്നു. സം പീസ് ഓഫ് കാർപ്പറ്റിൻ്റെ പീസ് കൊണ്ടുവന്നു. ആൻഡ് സം കർട്ടൻസ്. അങ്ങനെയാണ് അവർ അലങ്കരിച്ചത്. അടുത്ത പേജ് നോക്കാം. എ ക്ലൂ. ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൂചന. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദി ലാസ്റ്റ് പേജ്. ഒരു ദിവസം അങ്ങനെ അവർ ബുക്കിൽ ലാസ്റ്റ് പേജിൽ ദീദിയുടെ അഡ്രസ്സ് എഴുതിയത് കണ്ടു. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അങ്ങനെ അവർ അത് എഴുതിയെടുത്തു. എക്സൈറ്റഡ്ലി ദേ വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് എർ. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, നല്ല ആവേശത്തിൽ ദീദിയെ തിരയാൻ തുടങ്ങി. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. അങ്ങനെ അവർ ഈ ബുക്കുകളും അവരുടെ കൂടെ കൊണ്ടുപോയി. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അവർക്ക് ബസ് നമ്പറും കിട്ടി, ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥലവും കിട്ടി. ദേ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അങ്ങനെ അവർ ദീദിയുടെ സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ വീട് അവർ തിരയാൻ തുടങ്ങി. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ്. അങ്ങനെ അവർ ക്ഷീണിക്കുകയും ചെയ്തു. ഒപ്പം എന്താണ്, അവർക്ക് നല്ല വിഷമവും ഉണ്ട്. ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അങ്ങനെ അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ വെർ റിട്ടേണിങ് സംവൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അങ്ങനെ അവർ തിരിച്ചു പോകാൻ ഇങ്ങനെ തീരുമാനിച്ച് നിൽക്കുന്ന സമയത്ത് അവരിൽ ഒരാൾ എന്ത് കണ്ടു? ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു റെഡ് ദുപ്പട്ട കണ്ടു. നമ്മുടെ ദീദി അവരുടെ അടുത്തേക്ക് ചെന്നപ്പം ധരിച്ചിരുന്ന ആ സെയിം ദുപ്പട്ട അവർ കണ്ടു. ദേ റാൻ ടു ദാറ്റ് ഹൗസ്. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് ഓടി. ദർ ദേ സോ ദീദി ലയിങ് ഇൻ ദ ബെഡ്. അവിടെ എന്ത് കണ്ട്? ദീദി ബെഡിൽ കിടക്കുന്നത് കണ്ട്. ലയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക. ഷീ ലുക്ക്ഡ് വെരി ഇൽ. അങ്ങനെ അവർ എന്താണ്, ഭയങ്കര എന്താ പറയുക, രോഗിയായിരുന്നു. അങ്ങനെ ആരോഗ്യമില്ലാതെ ആയിരുന്നു, നല്ല ക്ഷീണിച്ചായിരുന്നു അവിടെ കിടക്കുന്നത്. ഇവിടെ താഴെ 2 ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്. ദീദിയുടെ വീട് കുട്ടികളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ദേ സോ ദീദീസ് റെഡ് ദുപ്പട്ട ഓൺ ടെറസ്. എന്താണ്, ദീദിയുടെ റെഡ് ദുപ്പട്ട അവർ ടെറസിൻ്റെ മുകളിൽ കണ്ട്. വാട്ട് കുഡ് ബി ദീദീസ് ഫീലിങ്സ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ. കുട്ടികളെ കണ്ടപ്പം ദീദിയുടെ ഫീലിങ്സ്, ദീദിയുടെ എന്തായിരിക്കും ദീദിയുടെ ഒരു മൈൻഡ് എന്ന്? എന്തായിരിക്കും? ദീദിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ദീദി വാസ് ഹാപ്പി ടു. അവിടെ എഴുതുക, ദീദിക്കും സന്തോഷമായി. അടുത്ത പേജ് നോക്കിക്കേ. ദ മാജിക് ഓഫ് വേർഡ്സ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളിലെ മാജിക്. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ദീദി എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഈ കുട്ടികളെ കണ്ടിട്ട്. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അവളുടെ ബെഡിലിരുന്ന് എന്നിട്ട് ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. ദീദിക്ക് ചുറ്റും ഇരുന്ന് അവർക്ക് വേണ്ടി കഥകൾ വായിച്ചു. ടീയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. അങ്ങനെ സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണീര് ദീദിയുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അവരെ
അവരെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. ഗിഡ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം, കാണാമെന്ന് അവൾ പ്രോമിസ് ചെയ്തു, വാക്ക് കൊടുത്തു. ദ ചിൽഡ്രൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ കുട്ടികൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരിച്ചുപോയി. നൗ ദീദി കംസ് എവറി ഡേ. ഇപ്പോൾ ദീദി എല്ലാ ദിവസവും വരാറുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദം എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും നിങ്ങൾക്ക് അവരെ കാണാം. യു ക്യാൻ സീ ദം ലാഫിങ്. നിങ്ങൾക്ക് അവർ ചിരിക്കുന്നത് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവർ വായിക്കുന്നത് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അങ്ങനെ കുറേ കളിയും തമാശകളൊക്കെ അവർ തമ്മിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം. ദ ചിൽഡ്രൻ ദർ ദീദി ആൻഡ് ദ ബുക്സ്. അങ്ങനെ കുട്ടികളും അവരുടെ ദീദിയും അവരുടെ പുസ്തകങ്ങളും. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കഥ. നല്ലൊരു കഥയായിരുന്നല്ലേ, കുട്ടികളുടെ നല്ല ബുക്കിനോടൊക്കെയുള്ള ഇഷ്ടമുള്ള നല്ലൊരു കഥയായിരുന്നു. ഇത് എഴുതിയത് രുക്മിണി ബാനർജി എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയത്. ഇവിടെ 2 ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലൈഫ്സ്? എങ്ങനെയാണ് ദീദിയുടെ വരവ് കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്? അവർക്ക് എന്തായി? അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായി. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തുല്ലേ, വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിച്ചു, കുറേ കഥകളൊക്കെ കേൾപ്പിച്ചു. അങ്ങനെ അവർക്ക് അവരുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവന്നു അല്ലേ. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദി സ്റ്റോറി? എന്താണ് ഈ കഥയിലെ ഒരു മെസ്സേജ്, സന്ദേശം എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മളെക്കാട്ടിലും താഴ്ന്ന ആൾക്കാർ, ഈ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വിദ്യാഭ്യാസവും അറിവൊക്കെ കൊടുത്ത് സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരില്ലേ. അവരുടെ ജീവിതത്തിലും സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് പറ്റുമെങ്കിൽ അതിൽ നമ്മളും ഒരു ഭാഗമാവാൻ ശ്രമിക്കുക. അതൊക്കെയാണല്ലേ ഈ ഒരു കഥയിൽ ഉള്ളൊരു സന്ദേശം, ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് വരുന്ന വാക്കുകളുടെ കുറച്ച് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പിടിക്കുക. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുണ്ട പേപ്പർ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥലം. ദുപ്പട്ട, ഷാള്. എക്സൈറ്റഡ്ലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ. ഹെസിസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ അവർ ഹെസിസ്റ്റൻ്റ്ലി ആയിരുന്നു അവരുടെ പേര് ദീദിയോട് ആദ്യം പറഞ്ഞിരുന്നത് അല്ലേ, അതായത് നല്ല മടിയോടുകൂടി. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക. അവർ ബുക്കിലെ പിക്ചർ കണ്ട് ഇങ്ങനെ അവർക്ക് വായിക്കാൻ അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ ചിത്രങ്ങൾ കണ്ടിട്ട് അവർ കഥകൾ ഇങ്ങനെ ചിത്രീകരിച്ചു നമ്മൾ പറഞ്ഞില്ലേ. ഇഞ്ച് ക്ലോസർ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് നീങ്ങി നിൽക്കുക. റേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. റിവീൽ എന്ന് പറഞ്ഞാൽ അറിയിക്കുക. സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ടാറ്റേഡ് എന്ന് പറഞ്ഞാൽ കീറിയ വസ്ത്രമാണ്. എവിടുന്ന് കിട്ടിയത്? ഗാർബേജിൽ നിന്ന് കിട്ടിയത് നമ്മൾ പറഞ്ഞിരുന്നു. അൺസെർട്ടൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഷുവർ അല്ലാത്ത കാര്യം. വണ്ടർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നടക്കുക. നമ്മൾ പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നില്ലേ, അവിടെ കുട്ടികൾ എന്തായിരുന്നു, ഗാർബേജിൻ്റെ അവിടെ അഴിഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തിരുന്നത് എന്നല്ലേ. ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ ഇത്രയും പാഠഭാഗത്ത് ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വേർഡ്സിൻ്റെ മീനിങ് അറിയായേ, അർത്ഥം അറിയായേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പാർട്ട് 2 വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.